തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ജീവനൊടുക്കിയത് ഭർതൃപീഡനം മൂലമെന്ന് പരാതി. 27-കാരിയായ ആരതിയാണ് കഴിഞ്ഞ ദിവസം രാത്രി വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് അതുൽ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ചിത്രങ്ങൾ അമ്മയ്ക്ക് അയച്ചു നൽകിയതിനു ശേഷമാണ് ആരതി ജീവനൊടുക്കിയത്. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ആറ്റുകാലിലെ വാടക വീട്ടിൽ വെച്ച് ആരതിയും ഭർത്താവ് അതുലും തമ്മിൽ വഴക്കുണ്ടായി. തുടർന്ന് അതുൽ വീടിന് പുറത്തിരിക്കുമ്പോഴാണ് ആരതി ജീവനൊടുക്കിയതെന്നാണ് കരുതുന്നത്. ഞാനിവിടെ വരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ കൂടെ വാതിൽ ചവിട്ടി തുറക്കുമായിരുന്നു. ഈ പറഞ്ഞ അതുൽ മരിച്ച കുട്ടിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് അപ്പോൾ പോലീസ് എത്തി. ആ സമയത്ത് തന്നെ പോലീസ് എത്തുകയുണ്ടായി. തഹസിൽദാർ അകത്തിരിപ്പുണ്ട്. ഇൻക്വസ്റ്റ് കഴിഞ്ഞു. ഇനി അവർ എഫ്ഐആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുൽ തന്നെ ഇക്കാര്യം സുഹൃത്തിനെയും പിന്നീട് പോലീസിനെയും വിളിച്ചറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി മുറിയുടെ വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ആരതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരതിയുടെ വാർഡ് മെമ്പറും വ്യക്തമാക്കുന്നത്. ഇവർ തമ്മിൽ മുമ്പ് ആ ഒരു 5 മാസത്തിന് മുമ്പായിട്ടേ പ്രശ്നങ്ങൾ ഉള്ളതാണ്. കാര്യം 5 മാസം മുമ്പ് ഈ കുട്ടീനെ ഈ അതിലെന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചതിൻ്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം കൂടെ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തെന്നുള്ളതാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന സ്വർണ്ണമായിട്ട് കല്യാണം കഴിച്ച് വിട്ടിട്ട് ആ സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് വിൽക്കുകയും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ് ഈ അവരെ സ്വന്തക്കാരെല്ലാവരും പറയുന്ന ഒരു കാര്യം. 1.5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 50 പവനോളം സ്വർണം സ്ത്രീധനമായി നൽകിയാണ് വിവാഹം നടത്തിയത്. ഈ സ്വർണം അതുൽ പണയം വെച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് ഗാർഹിക പീഡനം ആരതി നേരിട്ടതായും ബന്ധുക്കൾ. കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് തൊട്ട് പണയം വെപ്പ് തുടങ്ങി. അത് കഴിഞ്ഞ് വണ്ടി എടുക്കാനായിട്ട് ആദ്യം ആൾട്ടോ എടുക്കുന്നു. ഈ കിടക്കുന്നത് 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് സ്വർണം വിറ്റിട്ടാണ് ഈ കാർ എടുക്കുന്നത്. ഭർതൃപീഡനം ചൂണ്ടിക്കാട്ടി ആരതിയുടെ അമ്മ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്നലെ വൈകിട്ട് 5:45 ആരതി അമ്മയെ ഫോണിൽ വിളിച്ച് വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. തുടർന്ന് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുകയും ചെയ്തു. ഇതും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഫോർട്ട് പോലീസ് അതുലിന്റെ മൊഴിയും രേഖപ്പെടുത്തി. തുടർ നടപടികളും പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.